നമസ്കാരം. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ വിശേഷപ്പെട്ട 10 ക്ഷേത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും കൂടുതൽ ഫലപ്രദമാണ്. പാർവതി പ്രതിഷ്ഠയോ സങ്കല്പമോ ഉള്ള ക്ഷേത്രങ്ങളിലാണെങ്കിൽ കൂടുതൽ ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ്. പാർവതി ദേവിയുടെ സാന്നിധ്യം കൊണ്ട് വിവാഹ തടസ്സങ്ങൾ നീങ്ങുകയും ദാമ്പത്യ സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്ന പ്രസിദ്ധമായ ചില പുരാതന ക്ഷേത്രങ്ങളുണ്ട്. വിശേഷിച്ച് ധനുമാസത്തിലെ തിരുവാതിര പ്രധാന ആട്ടവിശേഷമായി കൊണ്ടാടുന്ന ഏതാനും ക്ഷേത്രങ്ങളെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. അതിൽ 10 ക്ഷേത്രങ്ങളെയാണ് ക്രമത്തിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മളുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള അതിപ്രാചീനമായിട്ടുള്ള അതിപ്രസിദ്ധങ്ങളായിട്ടുള്ള 10 ക്ഷേത്രങ്ങളാണ്. നമുക്ക് ഓരോരോ ക്ഷേത്രങ്ങളെ വിശദമായിട്ട് അറിയാം. ഒന്നാമതായി ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത്. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ തിരുവിതാംകൂർ രാജവംശവുമായി അഭേദ്യമായിട്ടുള്ള ബന്ധം ഈ ക്ഷേത്രത്തിനുണ്ട്. 41 ദിവസം ശ്രീകണ്ഠേശ്വരത്ത് നിർമാല്യം തൊഴുതാൽ ഏതൊരു ആഗ്രഹവും സാധിക്കുമെന്നാണ്. പ്രദോഷവും തിങ്കളാഴ്ച ദിവസവുമാണ് ഇവിടെ പ്രധാനം. ഈ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തിച്ചേരുക. നിശ്ചിത തിങ്കളാഴ്ചകളിൽ ക്ഷേത്രത്തിലെ നിർമാല്യം തൊഴുതാൽ സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹ തടസ്സം മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. പാർവതി സമേതനായാണ് ഭഗവാൻ ഇവിടെ വസിക്കുന്നത്. പാലാഴി മദന സമയത്ത് ഉയർന്നു വന്ന കാളകൂട വിഷം ഭഗവാൻ തൻ്റെ ഉള്ളം കയ്യിലാക്കി പാനം ചെയ്തു. അത് ഉദരത്തിലെത്താതിരിക്കാൻ പാർവതി ദേവി ഭഗവാന്റെ കണ്ഠത്തിൽ അമർത്തിപ്പിടിച്ചു. അങ്ങനെ ഭഗവാന്റെ കണ്ഠപ്രദേശം നീലവർണ്ണത്തോടു കൂടിയതായി. ലോകരക്ഷയ്ക്ക് വേണ്ടി അനുഷ്ഠിച്ച ആ മഹാകർമ്മം കൊണ്ട് വിഷ്ണുവും മറ്റും ശിവനെ ശ്രീകണ്ഠൻ എന്ന് പ്രശംസിച്ചു. ഭക്തരുടെ എല്ലാവിധ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്ന ഭഗവാന്റെ ഉത്തമ ഭാവമാണ് ശ്രീകണ്ഠേശ്വരൻ. ശ്രീകണ്ഠേശ്വരനെ ഭജിച്ചാൽ തീരാത്ത ദുരിതങ്ങളില്ല. 4 കോണിലുമുള്ള ആൽത്തറകൾ ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ധനുമാസത്തിലെ തിരുവാതിര ആറാട്ടായി 10 ദിവസത്തെ ഉത്സവമാണ് ശ്രീകണ്ഠേശ്വരത്തുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്ഷേത്രത്തെ പരിചയപ്പെടാം. അത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ്. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ സ്ഥിതി ചെയ്യുന്ന ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ മുൻപ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. വളരെ വിശദമായിട്ടുള്ള വീഡിയോകളാണത്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ കിഴക്ക് ദർശനമായി ശിവനും പടിഞ്ഞാറ് ദർശനമായി ദേവിയും കുടികൊള്ളുന്നു. ദക്ഷന്റെ യാഗശാലയിൽ വെച്ച് സതീദേവി ദേഹം വെടിഞ്ഞുവെന്നും കുപിതനായ ശിവൻ ദക്ഷയാഗം നശിപ്പിച്ചുവെന്നും ഐതിഹ്യമുണ്ട്. അനന്തരം ശിവൻ സതിയുടെ ശരീരവും വഹിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട് വിഷ്ണു ഭഗവാൻ സുദർശന ചക്രം പ്രയോഗിച്ച് സതീദേവിയുടെ ശരീരഭാഗങ്ങൾ ഒന്നൊന്നായി ഛേദിച്ചു കളഞ്ഞു. അത് വീണടിഞ്ഞ് ഓരോ ദേവീസ്ഥാനങ്ങൾ ഉണ്ടായി വന്നു. ദേവിയുടെ ജനനേന്ദ്രിയം പതിച്ചത് ചെങ്ങന്നൂരിലായിരുന്നു എന്നാണ് ഐതിഹ്യം. അതിനാൽ ഇവിടെ ദേവിക്ക് അപൂർവമായ ഒരു ഉത്സവമുണ്ട്. തൃപ്പൂത്ത് എന്ന ഉത്സവം ദേവി രജസ്വലയായി തീരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ്. ബാധാദോഷങ്ങളും ശത്രുദോഷങ്ങളും ഇല്ലാതാക്കുന്നതിന് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാകുന്നു. ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ ദേവിക്ക് പുഷ്പാഞ്ജലി നടത്തിയാൽ പരിഹാരം സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. മംഗല്യ തടസ്സം മാറുന്നതിനും ഇവിടെ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ കൊടിയേറി മകരത്തിലെ തിരുവാതിര വരെ നീണ്ടു നിൽക്കുന്ന അതിവിശേഷപ്പെട്ട ഉത്സവമാണ് ഇവിടെയുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്ഷേത്രത്തെ പരിചയപ്പെടാം. തൃക്കവിയൂർ ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ കവിയൂരുള്ള തൃക്കവിയൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനും പടിഞ്ഞാറു ദർശനമായിരിക്കുന്ന പാർവതിയുമാണ്. എങ്കിലും ഉപദേവനായ ഹനുമാനാണ് കൂടുതൽ പ്രസിദ്ധി. ശർക്കര, കദളിപ്പഴം, കൽക്കണ്ടം, നാളികേരം, ഏലത്തിരി എന്നിവ പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് തയ്യാറാക്കുന്ന അവൽ പന്തിരുനാഴിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഈ വഴിപാട് നടത്തുന്നത്. ആസ്മയുടെ ശമനത്തിന് തൃക്കവിയൂരിലെ ഹനുമാന് തൊട്ടിയും കയറും നടയിൽ വയ്ക്കുന്ന വഴിപാടുമുണ്ട്. ധനുവിലെ തിരുവാതിര നാളിൽ കൊടിയേറി 10 ദിവസത്തെ ഉത്സവമുണ്ട് ഇവിടെ. ഇനി നമുക്ക് നാലാമത്തെ ക്ഷേത്രത്തെ പരിചയപ്പെടാം. അത് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചും നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ഉത്സവങ്ങളും ഒക്കെ കാഴ്ചയായിട്ട് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ആ വീഡിയോകൾ കാണുക. തെക്കൻ കാശി എന്ന പ്രസിദ്ധമായ
ഈ ക്ഷേത്രത്തിൽ പ്രധാനമൂർത്തിയായ ശിവനെ കൂടാതെ 5 ശിവരൂപങ്ങളും ഉപദേവതകളായിട്ടുണ്ട്. ശിവന്റെ സദ്യോജാതം, അഘോരം, വാമദേവം, തത്പുരുഷം, ഈശാനം എന്നീ മുഖങ്ങളാണ് ഇവിടെയുള്ള ഉപലിംഗങ്ങളിൽ പ്രതിനിധീകരിക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര ആറാട്ടായി വരുന്ന ക്രമത്തിൽ 10 ദിവസത്തെ ഉത്സവമുണ്ട് ഇവിടെ. ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയോടുകൂടിയാണ് കണ്ടിയൂരബ്ദം എന്ന വർഷം തന്നെ ഉണ്ടായത്. ഇനി നമുക്ക് 5ാമത്തെ ക്ഷേത്രത്തെ പരിചയപ്പെടാം. മാരാരിക്കുളത്തെ തിരുവാതിര വിളക്ക് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതായിരിക്കും. ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തെയാണ് നാം 5ാമതായി പരിചയപ്പെടുന്നത്. സ്വയംഭൂവായിരിക്കുന്ന ശ്രീ പരമേശ്വരനും ഭഗവാന്റെ നേരെ മുമ്പിലായി ശ്രീ പാർവതിക്കും പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം മഹാദേവ ക്ഷേത്രം. ശ്രീ പരമേശ്വരൻ കാമദേവനെ നിഗ്രഹിച്ച സങ്കല്പമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടാണ് മാരാരിക്കുളം എന്ന പേര് ഉണ്ടായത്. വിവാഹ തടസ്സം ഇല്ലാതാക്കുന്നതിന് ഇവിടെ നടത്തുന്ന സ്വയംവര ഹോമവും സ്വയംവര പുഷ്പാഞ്ജലിയും പ്രസിദ്ധമാണ്. ധനുമാസത്തിലെ തിരുവാതിര വരെ നീണ്ടു നിൽക്കുന്ന 8 ദിവസത്തെ തിരുവാതിര വിളക്ക് പ്രസിദ്ധമാണ്. ഈ ദിവസങ്ങളിലെല്ലാം ക്ഷേത്രത്തിൽ സ്ത്രീകൾ ഭക്തി ആദരപൂർവം തിരുവാതിരക്കളി അവതരിപ്പിക്കുന്നു. ഉത്സവകാലത്തെ മകയിരനാളിൽ ക്ഷേത്രത്തിൽ നടത്തുന്ന എട്ടങ്ങാടി നിവേദ്യം വളരെ പ്രസിദ്ധമാണ്. എട്ടങ്ങാടി നിവേദ്യം വഴിപാടായി നടത്തുന്നതിനും പ്രസാദമായി സ്വീകരിക്കുന്നതിനും നാനാദേശത്തു നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. തിരുവാതിര മഹോത്സവ കാലത്ത് ഭഗവാനെ ദർശിക്കുന്നത് മംഗല്യ തടസ്സം ഇല്ലാതാക്കുന്നതിനും ദാമ്പത്യ സൗഖ്യത്തിനും ഉത്തമമാണെന്ന വിശ്വാസവുമുണ്ട്. ഇനി നമുക്ക് 6ാമത്തെ ക്ഷേത്രത്തെ പരിചയപ്പെടാം. തൃപ്പക്കുടത്തെ തിരുവാതിര മഹോത്സവം നിങ്ങളേവരും കേട്ടിട്ടുണ്ടാകും. ഒരേ പീഠത്തിൽ 2 ശിവലിംഗ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ തൃപ്പക്കുടം മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ ശിവൻ മൃത്യുഞ്ജയനും പാർവതി അന്നപൂർണേശ്വരിയുമാണ് എന്നാണ് സങ്കല്പം. രേവതി മുതൽ തിരുവാതിര വരെ 7 ദിവസമാണ് ഇവിടെ തിരുവാതിര മഹോത്സവം നടക്കുന്നത്. മകയിരനാളിൽ ക്ഷേത്രത്തിൽ നടത്തുന്ന എട്ടങ്ങാടി നിവേദ്യം രോഗശമനത്തിനും ആയുരാരോഗ്യ സൗഖ്യവും നൽകുന്നതിനും ഉത്തമമാണ് എന്നാണ് വിശ്വാസം. വിവാഹ തടസ്സമില്ലാതാക്കുന്നതിന് പാർവതി മംഗലം എന്നൊരു അപൂർവ വഴിപാടും ഈ ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട്. തികച്ചും പാരമ്പര്യ രീതിയിലുള്ള പൂജകളും അനുഷ്ഠാനങ്ങളുമാണ് ഇവിടെ പിന്തുടർന്നു പോരുന്നത്. ഇനി നമുക്ക് 7ാമത്തെ ക്ഷേത്രത്തെ പരിചയപ്പെടാം. തിരുവൈരാണിക്കുളത്തെ നടതുറപ്പ് മഹോത്സവം നിങ്ങൾ ഏവരും കേട്ടിട്ടുണ്ടാകും. വിവാഹ തടസ്സം ഇല്ലാതാക്കുന്നതിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ തിരുവൈരാണിക്കുളം ക്ഷേത്രം. ശിവൻ കിഴക്കും പാർവതി പടിഞ്ഞാറും ദർശനം നൽകുന്നു. ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസം മാത്രമേ പാർവതി ദേവിയുടെ നട തുറക്കുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം ചെയ്ത് വഴിപാടുകൾ നടത്തിയാൽ ഇഷ്ടമംഗല്യവും സന്താന സൗഭാഗ്യവും ദാമ്പത്യ സൗഖ്യവും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. തിരുവൈരാണിക്കുളത്തപ്പന് നിവേദ്യം പാകം ചെയ്തിരുന്നത് ദേവിയായിരുന്നു അത്രേ. ഈ സമയത്ത് ആരും തന്നെ തിടപ്പള്ളിയിൽ പ്രവേശിക്കുന്നതിനോ നോക്കുന്നതിനോ പാടില്ലാത്തതാണ്. ഒരിക്കൽ പൂജാരി ഇത് ഒളിഞ്ഞു നോക്കുകയും കുപിതയായ ദേവി അവിടം വിട്ടു പോകുവാൻ തുനിയുകയും ചെയ്തു. അപ്പോൾ പൂജാരി ദേവിയുടെ പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിച്ചു. ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസം ദർശനം നൽകുന്നതാണ് എന്ന് ദേവി അരുളി ചെയ്തു. ഈ ദിനങ്ങളിൽ വിധിപ്രകാരമുള്ള ആചാരങ്ങളോടെ പാർവതി ദേവിയുടെ നട തുറന്ന് ഭക്തർക്ക് ദർശനം നൽകുന്നു. ഇക്കാലത്ത് അനേകായിരം ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഈ പുണ്യദിനങ്ങളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മംഗല്യഭാഗ്യം, സന്താനലാഭം എന്നിവ നേടിയവർ അനേകായിരങ്ങളാണ്. ഇനി നമുക്ക് 8ാമത്തെ ക്ഷേത്രത്തെ പരിചയപ്പെടാം. ചെങ്ങമനാട് ശിവക്ഷേത്രത്തെയാണ് പരിചയപ്പെടുന്നത്. എറണാകുളം ജില്ലയിലെ ആലുവ മാള റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ചെങ്ങമനാട് ശിവക്ഷേത്രത്തിൽ കിഴക്ക് ദർശനമായി ശിവനും പടിഞ്ഞാറ് ദർശനമായി പാർവതിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. മംഗല്യദോഷങ്ങൾ അകലുന്നതിനും ഇഷ്ടമംഗല്യം സിദ്ധിക്കുന്നതിനും പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. ജംഗമ മഹർഷി പ്രതിഷ്ഠിച്ചതുകൊണ്ടാണ് ജംഗമനാട് എന്ന പേര് പിന്നീട് ചെങ്ങമനാട് എന്നായി മാറുകയും ചെങ്ങമനാട് എന്ന പേര് സിദ്ധിക്കുകയും ഉണ്ടായത്. ധനുമാസത്തിലെ തിരുവാതിര ആറാട്ടായി 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടെയുള്ളത്. ഈ ദിനങ്ങളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അഭീഷ്ട സിദ്ധി നൽകുമെന്നാണ് വിശ്വാസം. ഇനി 9ാമത് നാം പരിചയപ്പെടുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രം തൃപ്പരുന്തര മഹാദേവ ക്ഷേത്രമാണ്. തൃപ്പുനിന്ത്ര മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ വീഡിയോ ആയി ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്ക് സമീപത്തായിട്ടാണ് കേരളത്തിലെ ഏറ്റവും പൗരാണികമായിട്ടുള്ള തൃപ്പുനിന്ത്ര മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശൈവസിദ്ധനായ മാണിക്യവാചർക്ക് ജ്ഞാനോദയവും ശിവദർശനവും സിദ്ധിച്ചത് ഇവിടെ വെച്ചാണ് എന്നാണ് സങ്കല്പം. പെരുന്തുറ എന്നാൽ തീരപ്രദേശം എന്നാണ് അർത്ഥമാക്കുന്നത്. അതിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് ഒരുപക്ഷെ ഊഹിച്ചെടുക്കാവുന്നത് ശ്രീ പരശുരാമൻ കേരളം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ
ഒരു പ്രദേശം നിലനിന്നിരുന്നുവെന്നും ഇവിടെ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ശൈവസിദ്ധനായ മാണിക്യവാചർക്ക് ജ്ഞാനോദയവും ശിവദർശനവും സിദ്ധിച്ചത് ഇവിടെ വെച്ചാണ് എന്നാണ് സങ്കല്പം. ധനുമാസത്തിലെ തിരുവാതിര വരെ നീണ്ടു നിൽക്കുന്ന 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ ഭഗവാൻ വിദ്യാദായകനാണ് എന്നുകൂടി കരുതുന്നുണ്ട്. ഇനി നമുക്ക് 10ാമത്തെ ക്ഷേത്രത്തെ പരിചയപ്പെടാം. ചൊവ്വല്ലൂർ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം. ഉമാമഹേശ്വര സാന്നിധ്യം കൊണ്ടും ദമ്പതി പൂജ കൊണ്ടും പ്രസിദ്ധമാണ് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വല്ലൂർ ക്ഷേത്രം. വിവാഹ തടസ്സം മാറുന്നതിനു വേണ്ടി മംഗല്യപൂജ നടത്തുന്നത് ഇവിടുത്തെ വിശേഷമാണ്. ക്ഷേത്രത്തിൽ ഈ പൂജ ബുക്ക് ചെയ്യുന്ന ദിവസം മുതൽ ഫലസിദ്ധി വന്നു തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ അവസാനിക്കുന്ന വിധത്തിൽ 12 ദിവസത്തെ തിരുവാതിര മഹോത്സവമാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മംഗല്യപൂജ എന്നൊരു പ്രത്യേക വഴിപാട് നടത്തുന്നതും വളരെ വേഗത്തിൽ വിവാഹം നടക്കുന്നതിനും ദാമ്പത്യ കലഹങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഉത്തമമാണ്. നവരാത്രി മുതൽ ശിവരാത്രി വരെ നീണ്ടു നിൽക്കുന്ന ദശലക്ഷ ദീപോത്സവം എന്നൊരു വഴിപാടും ഇവിടെയുണ്ട്. ഈ വഴിപാട് 2010 ഇന്ത്യ റെക്കോർഡിന്റെ പ്രത്യേക പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ട്. വിഘ്നങ്ങൾ അകലുന്നതിനും കുടുംബത്തിൽ ഐശ്വര്യം സിദ്ധിക്കുന്നതിനും വേണ്ടി നടത്തുന്ന വഴിപാടാണ് ഇത്. കേരളത്തിലെ അതിപ്രശസ്തമായിട്ടുള്ള തിരുവാതിര വിശേഷമായി ആചരിക്കുന്ന ശിവനും പാർവതിയും ഒരേപോലെ വിളങ്ങുന്ന 10 ക്ഷേത്രങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തിയത്. ഇതിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം, കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം, തൃപ്പരുന്തറ മഹാദേവ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളെ ഞാൻ മുൻപ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. മറ്റുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ച് വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കത് തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്യാൻ ഭഗവാൻ പരമേശ്വരൻ അവസരം ഒരുക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് തീർത്ഥയാത്ര നടത്താം. നന്ദി, നമസ്കാരം, ശുഭദിനം.